തീക്കനൽ, ബേണിംഗ് കോൾ, കോൾസ് ഓഫ് ഫയർ, തീക്കട്ട. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 12, 2 ശമൂവേൽ 22-9, 13, സങ്കീർത്തനം 18-12, 140-10, സദൃശവാക്യം 6-28, 25-22, യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം, 44-12, 54-16, എഹെസ്കേൽ പ്രവചനം 1-13, 10-2, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 9, റോമാലേഖനം 12-20. ഇടിമുഴക്കത്തെ ദൈവത്തിൻ്റെ നാദമായും മിന്നലിനെ തീക്കനലായും രൂപണം ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രതികാരായുധങ്ങളാണ് ആലിപ്പഴവും തീക്കനലും. സങ്കീർത്തനം 18-12, 13, 140-10. മനോഹരമായ സദൃശവാക്യങ്ങളിലൊന്നാണ് ഒരുത്തന് കാൽ പൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ. സദൃശവാക്യം 6-ാം അധ്യായം 28-ാം വാക്യം. വിശക്കുമ്പോൾ ശത്രുവിന് ഭക്ഷണവും ദാഹിക്കുമ്പോൾ അവന് കുടിക്കുവാനും കൊടുക്കുന്നതിലൂടെ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. സദൃശവാക്യം 25-22, റോമാലേഖനം 12-20. ഇത് മഹനീയമായ പ്രതികാരമാണ്. അപ്പോൾ ശത്രു തലമേൽ തീക്കനൽ കൂടുമ്പോഴെന്ന പോലെ ലജ്ജ കൊണ്ട് ദഹിക്കും. ഈ പ്രവൃത്തി മൂലം ശത്രുവിന് അവൻ്റെ അനീതി ബോധ്യപ്പെടും. ദൈവം അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. യാഗപീഠത്തിലെ തീക്കനൽ കൊണ്ടാണ് ഒരു സാറാഫ് യെശയ്യാവിനെ ശുദ്ധീകരിച്ചത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 6-ാം വാക്യം.